ഫിനാൻസ് ബ്യൂറീസ് ആലുവ കൂട്ടക്കൊല, അതുപോലെ തന്നെ നന്നങ്ങാട് കൂട്ടക്കൊല, കൂടത്തായി കൂട്ടക്കൊല, പിന്നെ ഈ അടുത്ത് നടന്ന വഞ്ഞാറമൂട് കൂട്ടക്കൊല. ഇതിൽ പലതും നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും നമ്മളിൽ പലരും കേൾക്കാത്തൊരു കേസാണ് മാറിയ കൂട്ടക്കൊല. നമ്മളിൽ പലരും ഈ കേസിനെ കുറിച്ച് അറിയാത്തതിന് കാരണം ഈ കേസ് നടക്കുന്നത് 1968-ലാണ്. എറണാകുളം ഇടുക്കി അതിർത്തി പ്രദേശമായ മാറികയിലാണ് ഈ സംഭവം നടക്കുന്നത്. അതിൻ്റെ ചരിത്രത്തിൽ ഒരു വനിതാ കൊലയാളി ചെയ്യുന്ന ഏറ്റവും വലിയൊരു കൊലപാതക പരമ്പരയാണ് മാറിക കൊലപാതകം. സംഭവത്തെക്കുറിച്ച് നമ്മൾ അധികമായും അറിയാത്തതിന് കാരണം ഈ കേസ് നടക്കുന്നത് 1968 കാലഘട്ടത്തിലായിരുന്നു. അതുകൊണ്ടാണ് നമ്മളിൽ പലരും ഈ കേസിനെ കുറിച്ച് അറിയാത്തത്. ഭർത്താവിനെയും സ്വന്തം മക്കളടക്കം 4 കുട്ടികളെ കൊന്ന കേസിലെ പ്രതിയാണ് ലൂസി. ഭർത്താവിനോടും ഭർത്താവിൻ്റെ ആദ്യ ഭാര്യയിലുണ്ടായിരുന്ന കുട്ടികളോടുമായിരുന്നു ലൂസിക്ക് ദേഷ്യം. മാത്രമല്ല, തനിക്ക് ലഭിച്ച സ്ത്രീധനത്തുക ഭർത്താവും ഭർത്താവിൻ്റെ സഹോദരനും കൂടി തട്ടിയെടുക്കാൻ ശ്രമിച്ചപ്പോൾ ആ ദേഷ്യം കൂടി. ലൂസിക്ക് ഈ കുറ്റകൃത്യം ചെയ്യാൻ സഹായമായി സഹോദരൻ ജോയിയും കൂടിയുണ്ടായിരുന്നു. ഈ കൊലപാതകത്തിൽ മരിച്ചത് 55 വയസ്സുള്ള ജോസഫും ജോസഫിൻ്റെ ആദ്യ ഭാര്യയിലുണ്ടായ 16 വയസ്സുള്ള ജോസും 11 വയസ്സുള്ള ലൂക്കോസും ജോസഫ് ലൂസി ദമ്പതികൾക്കുണ്ടായ 7 വയസ്സുള്ള പഴസും 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ബീന എന്ന കുട്ടിയും. ഇവരെയായിരുന്നു ലൂസി മഴുകൊണ്ട് അടിച്ചും കത്തികൊണ്ട് വെട്ടിയും കൊന്നത്. കൊലപ്പെടുത്തിയ ശേഷം ലൂസി വീട്ടുമുറ്റത്തുള്ള വക്കൽക്കൂനയിൽ ഒളിപ്പിച്ചു. ജോസഫ് അടുത്തുള്ള സ്കൂളിലെ ഹെഡ് മാസ്റ്ററായിരുന്നു. ജോസഫിനെ തേടി അവിടെയുള്ളവരെത്തി. പക്ഷേ ജോസഫ് മലമ്പുലേക്ക് യാത്ര പോയി എന്ന് കള്ളം പറഞ്ഞു അവരോട്. സംശയം തോന്നി അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ വീടും പരിസരവും പരിശോധിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ലൂസി അവിടെ നിന്ന് രക്ഷപ്പെട്ടിരുന്നു. ലൂസി നേരെ പോയത് സമീപത്തുള്ള പള്ളിയിലേക്കായിരുന്നു. കയ്യിലൊരു ബാഗുണ്ടായിരുന്നു. 1.5 വയസ്സ് പ്രായമുള്ള കുട്ടിയെ ഒടിച്ചു മടക്കി എയർ ബാഗിലാക്കി അവൾ പള്ളിയിലെത്തി വികാരിയെ കണ്ട് മരിച്ചവർക്കായിട്ടുള്ള കുർബാന ചൊല്ലണമെന്ന് ആവശ്യപ്പെട്ടു. ഇതിനായി പണം അച്ഛനും നൽകി. തൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാഗ് അവിടെ വെച്ചിട്ട് അച്ഛനോട് പറഞ്ഞു താൻ പോയി കഴിഞ്ഞതിന് ശേഷമേ മാത്രമേ ഈ ബാഗ് തുറക്കാവൂ എന്ന്. സംശയം തോന്നിയ അച്ഛൻ ലൂസി പള്ളി വിടുന്നതിന് മുമ്പ് ബാഗ് തുറന്ന് പരിശോധിച്ചു. പെൺകുട്ടിയുടെ മൃതദേഹം ഒടിച്ചു മടിക്കുന്ന നിലയിൽ കണ്ടത്. പൗഡറിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു മൃതദേഹം. തുടർന്ന് വികാരിച്ചൻ പോലീസിന് വിവരം അറിയിച്ചു. പോലീസ് എത്തി ലൂസിയെ അറസ്റ്റ് ചെയ്യുകയും തെളിയിക്കപ്പെടുകയും ചെയ്തു. ഇതോടെ തുടർന്ന് കോടതി ലൂസിക്ക് വധശിക്ഷ വിധിക്കുകയും ചെയ്തു. മരണം വരെ തൂക്കിലേറ്റാനായിരുന്നു കോടതി വിധി. അപ്പീലിനെ തുടർന്ന് അത് ജീവപര്യന്തമായി കുറഞ്ഞു. ശിക്ഷ കഴിഞ്ഞെത്തിയ ലൂസിയെ പിന്നെ ആരും കണ്ടിട്ടില്ല. എവിടെ പോയെന്നും ആർക്കും അറിയില്ല.